നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ ഇതുവരെ കേട്ടതല്ല യാഥാർത്ഥ്യമെന്ന് വ്യക്തമാവുകയാണ്. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പീഡന വിദഗ്ധനാണ്, ഒരു സൈക്കോ ആണ് എന്നൊക്കെയുള്ള കഥകൾ, കെട്ടുകഥകൾ അത് പൊളിഞ്ഞടുങ്ങുന്ന നിമിഷങ്ങളാണിത്. പ്രത്യേകിച്ചും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക ചട്ടക്കൂടിനകത്ത് നിന്നിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ഇന്നലെ വരെ, അതായത് ഈ അതിജീവിത എന്ന് പറയുന്ന യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി കൊടുത്ത് അതിനുശേഷം വാർത്താമാധ്യമങ്ങളിൽ ഇക്കാര്യം ചർച്ചയാകുന്നതുവരെ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിച്ചിരുന്നത് ഈ പെൺകുട്ടി അവിവാഹിതയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പുകളൊക്കെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും നമ്മൾ വിവരിക്കുന്നില്ല, അവരിങ്ങനെ നിരന്തരം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടി വിളിക്കുന്നു, എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് പറയുന്നു, അതിനുശേഷം കുട്ടിയുണ്ടാകണമെന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു സൈക്കോ അല്ലെങ്കിൽ ഒരു സെക്സ്വൽ മാനിയാക്കായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടയിൽ ആസൂത്രിതമായി ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചാനലുകൾ, ജനം ടി വി, കൈരളി ചാനൽ, ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ രാഹുൽ ഈശ്വർ ഈ ചർച്ചയ്ക്കിടയിൽ മാതൃഭൂമി ചാനൽ അഭിലാഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പെൺകുട്ടി വിവാഹിതയല്ലേ? അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതിയുമായി ചർച്ച ചെയ്യുമ്പോൾ, ഈ വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പെൺകുട്ടി വിവാഹിതയല്ലേ? ഈ വിവാഹിത എന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന്. അപ്പോൾ അഭിലാഷും സ്മൃതിയും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ അത് ചർച്ച ചെയ്യാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സേജുകൾ, ഗർഭചിത്രം എന്നീ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട്, അതിനനുസരിച്ച് മാത്രമേ ചർച്ച ചെയ്യുവാൻ വേണ്ടി ഇവിടെ വന്നാൽ മതി എന്ന ഒരു നിർദ്ദേശമാണ് അവരവിടെ കൊടുത്തത്. പക്ഷേ അപ്പോഴാണ് രാഹുൽ ഈശ്വർ ഇക്കാര്യം പറയുമ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന കാര്യം വ്യക്തമാകുന്നത്. അതിനുശേഷം പിന്നെ ചർച്ചകൾ പല രീതിയിൽ വന്നു. വിവാഹിതയാണ് എന്ന ഒരു യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് എന്ന രീതിയിലുള്ള ചില ചർച്ചകൾ പുറത്തു വന്നു. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യക്തമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമായിരുന്നു ആ പെൺകുട്ടി വിവാഹിതയാണ് എന്ന കാര്യത്തിൽ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുവാൻ കഴിയില്ല എങ്കിൽ പോലും ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പ്രണയബന്ധമാകുന്ന സമയത്തും അതിനുശേഷം ലൈംഗിക ബന്ധം പുലർത്തുന്ന സമയത്തും പിന്നീട് ഗർഭിണിയാകുന്ന സമയത്തും ഗർഭചിത്രം നടത്തിയ സമയത്തും എന്നും ഒക്കെ വ്യക്തമാകുകയാണ്. അതിനുശേഷം ഇന്ന് വീണ്ടും ചർച്ച പല വഴിക്ക് നീണ്ടു. അതിലൊന്ന് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. 4 ദിവസം മാത്രമാണ് ആ വിവാഹബന്ധം നീണ്ടു നിന്നത്. 1 മാസത്തോളം മാത്രമായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ആ ബന്ധം നീണ്ടു നിന്നത്. 4 ദിവസം മാത്രമാണ് ഒന്നിച്ചു ജീവിച്ചത്. അതിനുശേഷം പിരിഞ്ഞു. അതിനുശേഷമാണ് ഈ ഒഴിഞ്ഞു എന്നാണ് പറയുന്നത്. വിവാഹബന്ധം ഒഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ആ പെൺകുട്ടി പ്രണയബദ്ധമാകുന്നത് എന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ വന്നു. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും വിവാഹ ബന്ധം ഏർപ്പെടുത്തുമ്പോൾ അത് കുടുംബ കോടതിയിൽ പോകും. അത് 1 മാസം കൊണ്ടൊന്നും തീരുന്ന ഒരു സംഗതിയല്ല. അതിന് കുറച്ചധികം പ്രോസസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ വാദം ബാലിശമാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് വ്യക്തമാകുകയാണ്. മാത്രമല്ല രാഹുൽ ഈശ്വർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, ഈ സമയത്ത്, അതായത് ഈ പെൺകുട്ടി ഒരു പ്രത്യേക ജനം ചാനൽ അന്ന് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഒപ്പം ഈ പെൺകുട്ടി വിവാഹം കഴിച്ച ആളും ജനം ടി വിയിൽ അന്ന് വർക്ക് ചെയ്യായിരുന്നു. പാലക്കാട് സ്വദേശികളായ ഇവരുടെ കല്യാണത്തിൽ സന്ദീപ് വാര്യർ, അന്ന് BJP ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർ പങ്കെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ സന്ദീപ് ജി നൽകണം എന്ന് പറഞ്ഞു. പിന്നീട് സന്ദീപ് വാര്യർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുത്തു, പക്ഷേ അവർ ദീർഘകാലം ഒന്നിച്ചു ജീവിച്ചു, ഇപ്പോഴും അവർ വിവാഹമോചിതരായിട്ടില്ല എന്ന ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ഗൂഢാലോചനയുടെ ചുരുളഴിയുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൃത്യമായി എയിം ചെയ്തുകൊണ്ട് തന്നെ പെടുത്തുവാൻ ശ്രമിച്ചു എന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നു. അതായത് ആ പെൺകുട്ടി ഇപ്പോഴും ഈ വിവാഹിത ആണ്, അല്ലെങ്കിൽ വിവാഹമോചനം നടത്തിയിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം വ്യക്തമാകുന്നു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഒരു ചാനലിൻ്റെ മേധാവി ഈ പെൺകുട്ടിയോട് വിളിച്ച് എന്താണ്
ഇക്കാര്യങ്ങൾ പുറത്തു പറയണം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള ചില വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ജനം ടി വിയും ഒപ്പം റിപ്പോർട്ടർ ചാനലും ഒക്കെ ചേർന്ന ഒരു വലിയ കോക്കസ് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വലിയ യാഥാർത്ഥ്യം വ്യക്തമാകുകയാണ്. എന്തായാലും അവസരോചിതമായി, പ്രത്യേകിച്ചും നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു നിർദ്ദേശം സന്ദീപ് വാര്യർക്ക് മുന്നിൽ വയ്ക്കുന്നു. സന്ദീപ് ജി ദയവായിട്ട് ആ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടു എന്ന കാര്യം പറയണം, അതുപോലെ അവരിപ്പോഴും വിവാഹമോചിതരായിട്ടില്ല എന്ന കാര്യം പറയണം എന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വറിന് മറുപടി പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അവർ രണ്ടുപേരുടെയും കല്യാണത്തിൽ ഞാൻ പാലക്കാട് വെച്ച് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ BJP-യിലായിരുന്നു. അവർ ദീർഘകാലം ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഈ പെൺകുട്ടി ബന്ധം പുലർത്തി എന്ന് പറയുന്ന സമയത്ത് പോലും അവർ വിവാഹിതയായിരുന്നു എന്ന കാര്യം സന്ദീപ് വാര്യർ പറയുന്നു. ഒപ്പം കോൺഗ്രസിൻ്റെ പ്രൊഫൈലുകൾ അപ്പോൾ തന്നെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പേജിൽ പോയി ഈ ഫോട്ടോകൾ തപ്പിയെടുക്കുന്നു. അത് വലിയ രീതിയിൽ പൊങ്ങി വരുന്നു, അത് ചർച്ചയാകുന്നു. അതായത് വളരെ കണ്ണിങ്ങായിട്ട് തന്നെ രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യരും ഒക്കെ ഇക്കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. പിന്നീട് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നൊരു കാര്യമുണ്ട്. തനിക്ക് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഒരു മെസ്സേജ് അയച്ചു. ഈ ഇരയുടെ ഐഡൻറ്റിറ്റി തങ്ങൾ നേരത്തെ 2024 പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ കല്യാണ ഫോട്ടോ, അത് ഇപ്പോൾ ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് കൊണ്ട് ഐഡൻറ്റിറ്റി പുറത്താകുന്നു. ദയവായി ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം എന്ന് ലക്ഷ്മി പത്മ അഭിപ്രായപ്പെട്ടത് കൊണ്ട് ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. അപ്പോൾ തന്നെ സംഗതികളൊക്കെ ഏകദേശം വ്യക്തമായി. സന്ദീപ് വാര്യർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കല്യാണ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പിന്നിലേക്കുള്ള ഒരു വലിയ ഒരു സന്ദീപ് വാര്യരും ഒപ്പം രാഹുൽ ഈശ്വറും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിരോധം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇപ്പോൾ സംഗതികളൊക്കെ ഇങ്ങനെ വേർതിരിച്ചു വരുന്നുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പാലക്കാട് മുനിസിപ്പാലിറ്റി നഷ്ടപ്പെടുമെന്ന ബോധത്തിൽ നിന്ന് ഒരുപക്ഷെ BJP RSS കൂട്ടുകെട്ട് ജനം ടി വിയുമൊക്കെയുമായി ബന്ധപ്പെട്ട ചില കോക്കസുകളിൽ നിന്ന്, ഒപ്പം ഇടതുപക്ഷ പ്രൊഫൈലുകളുടെയൊക്കെ ആശീർവാദത്തോടു കൂടി രൂപപ്പെട്ട ഒരു കഥയുടെ ചുരുളഴിയുന്നു എന്ന വലിയ ഒരു യാഥാർത്ഥ്യം ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇക്കാര്യം ഏറ്റെടുത്തിട്ടുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ചർച്ചകളൊക്കെ ഏകപക്ഷീയമായി പോയിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അയാളുടെ ഭാഗം വിവരിക്കുന്നതിന് മിക്കപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതൊക്കെയും കേരളത്തിലെ നിഷ്പക്ഷരായ യൂട്യൂബ് ചാനലുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവർ മിക്കപ്പോഴും ആ പെൺകുട്ടി വിവാഹിതയാണ് എന്ന കാര്യം മറച്ചുവെച്ചു. രണ്ടാമത് ആ പെൺകുട്ടി ഇപ്പോഴും വിവാഹമോചിതയല്ല എന്ന യാഥാർത്ഥ്യവും മറച്ചുവെച്ചുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.